ഇതെന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് റീഡക്സ്? റീഡക്സിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങൾ എന്ന് വെച്ചാൽ റീഡക്സിലെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റീഡക്സിൽ പ്രധാനമായിട്ടും 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഗ്ലോബൽ സ്റ്റേറ്റ്, ദ ഗ്ലോബൽ സ്റ്റേറ്റ് ഓഫ് യുവർ ആപ്ലിക്കേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ആൻ ഓബ്ജക്റ്റ് ട്രീ വിത്തിൻ എ സിംഗിൾ സ്റ്റോർ. എന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മുൻപ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കോമ്പണൻറ്റ് ലെവലിൽ സ്റ്റേറ്റ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റ് ഇങ്ങനെ പല കോമ്പണൻസിലായിട്ട് ചെതറിക്കിടക്കുമായിരുന്നു. പക്ഷേ റീഡക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റ് മുഴുവൻ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയാണ്. അതും ഒരു ഓബ്ജക്റ്റിൻ്റെ, ഒരു ജാവാസ്ക്രിപ്റ്റ് ഓബ്ജക്റ്റിൻ്റെ ഫോമിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയാണ്. ആ സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ കണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷൻ UI സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇതിൽ കോമ്പണൻസ് ഉണ്ട്. ഇതിലാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പക്ഷേ റീഡക്സിൽ നമുക്കൊരു സ്റ്റോർ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആപ്ലിക്കേഷൻ UIയിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റിനെ എടുത്തു മാറ്റി സ്റ്റോർ എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. എന്നിട്ട് ഈ സ്റ്റോറിൽ ഇങ്ങനെ നമ്മളൊരു ഓബ്ജക്റ്റിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റിനെ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്ക് കണ്ടാൽ അറിയാം, നമ്മുടെ ആപ്ലിക്കേഷനിൽ കളർ എന്നും പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കൗണ്ട് എന്നും പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് ആയിട്ട് ഒരു സെൻട്രൽ സ്റ്റോറിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് റീഡക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ UI ആയിട്ടുള്ള നമ്മുടെ കോമ്പോണൻസിന് ഈ സ്റ്റേറ്റിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാം. അത് പേരൻറ്റ് കോമ്പണൻറ്റ്, ചൈൽഡ് കോമ്പണൻറ്റ് അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. ഏത് കോമ്പണൻറ്റിനും നമ്മളുടെ ഈ സ്റ്റോറിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ഡേറ്റയെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ദ സ്റ്റേറ്റ് ഈസ് റീഡ് ഓൺലി. ഇതെന്താണ് പറയുന്നത്? ദ ഓൺലി വേ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഈസ് ടു എമിറ്റ് ആൻ ആക്ഷൻ, an object describing what happened. ഇത് റീഡക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ കമ്പോണൻറ്റിൽ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതും റീഡക്സിൽ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. റീഡക്സിൽ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ UI. റീഡക്സിൽ നമുക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റോറിലാണ്. ഒരു സെൻട്രൽ സ്റ്റോറിൽ ഒരു ഗ്ലോബൽ ഓബ്ജക്റ്റിൽ നമ്മളുടെ സ്റ്റേറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഈ സ്റ്റോറിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റിനെ നമ്മുടെ കോമ്പണൻസ് അല്ലെങ്കിൽ ആപ്പ് UI ആക്സസ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ കോമ്പണൻറ്റിൽ നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലാവശ്യമായിട്ടുള്ള സ്റ്റേറ്റിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമായിരുന്നെങ്കിൽ അത് നമ്മൾ ആ കോമ്പണൻറ്റിനുള്ളിൽ തന്നെ സ്റ്റേറ്റിന് ചേഞ്ച് വരുത്തി അവിടെ തന്നെ യൂസ് ചെയ്യുമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിന് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്കിൽ അതിനുള്ള ഒരു മെത്തേഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കൗണ്ടിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളവിടെ സെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ മെത്തേഡ് ആ കോമ്പണൻറ്റിനുള്ളിൽ യൂസ് ചെയ്തിട്ടാണ് കൗണ്ടിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ +1 കൊടുത്ത് ആ കൗണ്ടിൻ്റെ നമ്പർ നമ്മൾ ഇൻക്രീസ് ആക്കിയത്. ഇപ്പോൾ അതുപോലെ നമ്മളിവിടെ റീഡക്സ് സ്റ്റോറിൽ നിന്നും കൗണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ ആക്സസ് ചെയ്തിട്ട് നമ്മുടെ കോമ്പോണൻറ്റിനുള്ളിൽ അത് ആ കൗണ്ടിനെ പ്ലസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ കൂട്ടിയാൽ അങ്ങനെ കൂട്ടി നമ്മുടെ ഈ സ്റ്റോറിലുള്ള സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ഈസ് റീഡ് ഓൺലി എന്ന്. സോ റീഡക്സ് സ്റ്റോറിൽ നിന്നും നമ്മൾ ആക്സസ് ചെയ്യുന്ന സ്റ്റേറ്റിനെ നമ്മുടെ കോമ്പോണൻസിന് റീഡ് ചെയ്യാൻ മാത്രമേ ആക്സസ് ഉള്ളൂ. അതിനെ റീറൈറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഡയറക്റ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആ സ്റ്റേറ്റിൽ വരുത്താനുള്ള പവർ അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുവാദം നമ്മുടെ ഈ കോമ്പോണൻസിന് ഇല്ല. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തല്ലേ പറ്റൂ. നമുക്ക് നമ്മുടെ ഈ കോമ്പണൻറ്റിൽ ഒരു കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ ഒരു ബട്ടണുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ? അപ്പോൾ റീഡക്സിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അത് റീഡക്സ് സ്റ്റോർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിന് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണം എന്നുള്ള സമയത്ത് നമ്മൾ ഈ ഡിസ്പാച്ച് ഫംഗ്ഷൻ റൺ ചെയ്യും. ഇപ്പോൾ നമ്മളുടെ കൗണ്ടറിൻ്റെ ആ ഒരു എക്സാമ്പിളിൽ
കൗണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ബട്ടണിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസ്പാച്ച് ഫംഗ്ഷൻ റൺ ആവും. ഈ ഡിസ്പാച്ച് ഫംഗ്ഷൻ ഒരു ആക്ഷനെ എമിറ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ ഏറ്റവും ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഓൺലി വേ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഈസ് ടു എമിറ്റ് ആൻ ആക്ഷൻ. അപ്പോൾ ഈ ഡിസ്പാച്ച് ഫംഗ്ഷൻ ഒരു ആക്ഷനെ എമിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ആക്ഷൻ? ഒരു പുതിയ പേര് നമ്മളിപ്പോൾ കേൾക്കുകയാണ്, ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ടു ഡൂ സംതിങ് അല്ലേ, എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് സംശയം തോന്നും, അപ്പോൾ ഈ സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യുന്നത് ആക്ഷൻ ആണോ? അപ്പോൾ ആക്ഷൻ ആയിരിക്കും ഈ സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യുന്നത്. എന്നാൽ ആക്ഷൻ അങ്ങനെ ഒരു സാധനമല്ല. ആക്ഷൻ എന്തെങ്കിലും മോഡിഫൈ ചെയ്യുന്ന ഒരു സാധനമല്ല. എന്താണ് ചെയ്യേണ്ടത്, അല്ലെ സ്റ്റേറ്റിനെ എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓബ്ജക്റ്റാണ് ഈ ആക്ഷൻ. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റാണ്. ആക്ഷൻ ഈസ് എ ജാവാസ്ക്രിപ്റ്റ് ഓബ്ജക്റ്റ് ക്യാരിയിങ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ടൈപ്പ് ഓഫ് ചേഞ്ച് ടു ദ സ്റ്റേറ്റ് ആൻഡ് എനി പേലോഡ് ഡേറ്റ റിക്വയർഡ് ടു മേക്ക് സച്ച് എ ചേഞ്ച്. എന്ന് വെച്ചാൽ ഒരു കൗണ്ട് സ്റ്റേറ്റ് നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. ആ കൗണ്ടിനെ ഇൻക്രീസ് ചെയ്യണം. ആ കൗണ്ടിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാനൊരു ഡിസ്പാച്ച് ഫംഗ്ഷൻ റൺ ചെയ്യും. ഈ ഡിസ്പാച്ച് ഫംഗ്ഷൻ ഒരു ആക്ഷനെ എമിറ്റ് ചെയ്യും. ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ഓബ്ജക്റ്റാണ്. ഈ ഓബ്ജക്റ്റിനുള്ളിൽ ഇത് ഒരു ഡേറ്റ ആണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഓബ്ജക്റ്റിൽ നമ്മൾ ഡേറ്റാസ് ആണല്ലോ സൂക്ഷിക്കുക. ഇതിലെന്താ ഈ ആക്ഷൻ ഓബ്ജക്റ്റിൽ എന്താ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റിനെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഇൻക്രീസ് എന്ന് പറയുന്ന ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അത് കൊണ്ടുപോകുന്ന ആ ഡേറ്റ ഇൻക്രീസ് ദിസ് കൗണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അത് കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ കളർ ചേഞ്ച് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടായിരുന്നു അവിടെ. ആ കളർ ചേഞ്ച് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴും ഒരു ഡിസ്പാച്ച് ഫംഗ്ഷൻ റൺ ആകും. അവിടെയും ഒരു ആക്ഷൻ ഒരു ഓബ്ജക്റ്റ് ജനറേറ്റ് ആകും. ആ ജനറേറ്റ് ആകുന്ന ആക്ഷൻ ഓബ്ജക്റ്റിൽ വേറെ ചില ഡേറ്റ ആയിരിക്കും ഉണ്ടാവുക. അതിലുണ്ടായിരിക്കുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കും? ചേഞ്ച് കളർ എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. ചേഞ്ച് കളർ എന്നുള്ള ഇൻഫർമേഷൻ്റെ കൂടെ തന്നെ പുതിയ കളർ എന്താണോ ഉള്ളത്, എന്ത് കളറിലേക്കാണോ അത് മാറ്റേണ്ടത്, ആ കളർ ഡേറ്റയും ഈ ആക്ഷൻ എന്ന് പറയുന്ന ഓബ്ജക്റ്റിനുള്ളിലുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ പേലോഡ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷൻ ഓബ്ജക്റ്റിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഡേറ്റ ഉണ്ടാവുക. ഒന്ന് ടൈപ്പ് എന്ന് പറയുന്നത് ഈ ആക്ഷൻ എന്ത് ചേഞ്ച് ആണോ സ്റ്റേറ്റിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻഫർമേഷൻ ടൈപ്പ് എന്ന് പറയും. രണ്ടാമത് പേലോഡ് എന്ന് പറയുന്നത് എന്ത് ചേഞ്ച് ആണോ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ചേഞ്ച് വരുത്താനായിട്ട് എന്തെങ്കിലും ഒരു ഡേറ്റയുടെ ആവശ്യമുണ്ടെങ്കിൽ ആ ഡേറ്റയെ നമ്മൾ ആക്ഷൻ ഓബ്ജക്റ്റിൽ പേലോഡായിട്ട് ആഡ് ചെയ്യും. അതിനാണ് പേലോഡ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ചേഞ്ച് കളർ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഡിസ്പാച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓബ്ജക്റ്റ്. ഇത് ടൈപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് കളർ. അപ്പോൾ ഈ ചേഞ്ച് കളർ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ ഈ ആക്ഷൻ ഡേറ്റയിൽ അല്ലെങ്കിൽ ആക്ഷൻ ഓബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പേലോഡ് റെഡ് കളർ. ഇതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. എന്താണ്? സ്റ്റേറ്റ് ഈസ് റീഡ് ഓൺലി. സ്റ്റേറ്റിനെ നമ്മുടെ UIക്ക് ഡയറക്റ്റായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം അതിന് ചെയ്യാൻ പറ്റുന്നത് ഒരു ആക്ഷൻ ഓബ്ജക്റ്റിനെ എമിറ്റ് ചെയ്യാം. ഈ ആക്ഷൻ ഓബ്ജക്റ്റാണ് ഈ സ്റ്റേറ്റിനെ എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തേണ്ടതെന്നും സ്റ്റേറ്റിന് വരുത്തേണ്ട മോഡിഫിക്കേഷന് വേണ്ടി ആവശ്യമുള്ള ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്യാരി ചെയ്യുന്നത് ഈ ആക്ഷൻ ഓബ്ജക്റ്റാണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിള്, ചേഞ്ചസ് ആർ മെയ്ഡ് വിത്ത് പ്യുവർ ഫങ്ഷൻസ്. ടു സ്പെസിഫൈ ഹൗ ദ സ്റ്റേറ്റ് ട്രീ ഈസ് ട്രാൻസ്ഫോംഡ് ബൈ ആക്ഷൻസ് യു റൈറ്റ് പ്യുവർ റെഡ്യൂസേഴ്സ്. പ്യുവർ ഫങ്ഷൻസ്, പ്യുവർ റെഡ്യൂസേഴ്സ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ റെഡ്യൂസർ ഫങ്ഷൻസിനെയാണ് പ്യുവർ ഫങ്ഷൻസ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പ്യുവർ ഫങ്ഷൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു പ്യുവർ ഫങ്ഷൻസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, റെഡ്യൂസേഴ്സിലാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുമ്പ് കണ്ടു നമ്മുടെ ആപ്ലിക്കേഷൻ UI ഉണ്ട്, സ്റ്റോർ ഉണ്ട്. സ്റ്റോറിൽ നിന്നും നമുക്ക് ആപ്ലിക്കേഷൻ UIയിലേക്ക് നമ്മുടെ സ്റ്റേറ്റിൽ കിട്ടുന്നു. ഈ സ്റ്റേറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമ്മളൊരു ഡിസ്പാച്ച് ഫംഗ്ഷൻ റൺ ചെയ്യും. ഈ ഡിസ്പാച്ച് ഫംഗ്ഷൻ ഒരു ആക്ഷൻ ഓബ്ജക്റ്റിനെ എമിറ്റ് ചെയ്യും. ഈ ആക്ഷൻ ഓബ്ജക്റ്റ് സ്റ്റേറ്റിന് എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഈ ആക്ഷൻ ഓബ്ജക്റ്റിലുണ്ടാകും. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ഈ സ്റ്റേറ്റിൽ ചേഞ്ച് വരുത്താൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ ആവശ്യമുണ്ടെങ്കിൽ അതും ഈ ആക്ഷൻ ഓബ്ജക്റ്റിലുണ്ടാകും. ഈ ആക്ഷൻ ഓബ്ജക്റ്റ് ചെല്ലുന്നത്
റെഡ്യൂസർ ഫംഗ്ഷനിലേക്കാണ്. സോ ചേഞ്ചസ് ആർ മെയ്ഡ് വിത്ത് പ്യുവർ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഡേറ്റ, ഈ ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ്, അപ്ഡേറ്റ്സ് വരുത്തണമെങ്കിൽ അത് റെഡ്യൂസർ ഫങ്ഷൻസ് ഉപയോഗിച്ചാണ് അത്തരം ചേഞ്ചസ് നടത്തുന്നത്. ഈ റെഡ്യൂസർ ഫങ്ഷൻ ഇത് പ്യുവർ ഫങ്ഷനാണ്. ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്യുവർ ഫങ്ഷൻസ് ഒരേ ആർഗ്യുമെൻറ്റ് പ്യുവർ ഫങ്ഷൻസിലേക്ക് സ്വീകരിച്ച് അതിൻ്റെ റിസൾട്ട് എടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ എത്ര തവണ റൺ ചെയ്താലും അതിൻ്റെ റിസൾട്ട് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ പ്യുവർ ഫങ്ഷൻസ് എക്സ്റ്റേണൽ, ആ ഫംഗ്ഷന് വെളിയിൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ആക്ഷൻ ഒബ്ജക്റ്റും പിന്നെ ആ ആപ്ലിക്കേഷൻ്റെ അതുവരെയുള്ള സ്റ്റേറ്റുമാണ്. ഈ റെഡ്യൂസർ ഫംഗ്ഷൻ ടേക്സ് ദ ആക്ഷൻ ആൻഡ് ദ കറണ്ട് സ്റ്റേറ്റ് ആസ് എ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺസ് ആൻ അപ്ഡേറ്റഡ് കോപ്പി ഓഫ് ദ സ്റ്റേറ്റ്. ഇതാണ് റെഡ്യൂസർ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ റെഡ്യൂസർ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത ആക്ഷൻ ഓബ്ജക്റ്റ് വരും. ഈ ആക്ഷൻ ഓബ്ജക്റ്റിൽ ഈ സ്റ്റേറ്റിനെ എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസർ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ്റെ അതുവരെയുള്ള കറണ്ട് സ്റ്റേറ്റും കൂടെ പാസ് ചെയ്ത് കൊടുക്കും. ഈ കറണ്ട് സ്റ്റേറ്റും നമ്മുടെ ആക്ഷൻ ഓബ്ജക്റ്റിലുള്ള ഡേറ്റയും ഉപയോഗിച്ച് റെഡ്യൂസർ ഫംഗ്ഷൻ ഈ സ്റ്റേറ്റിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് ആ മാറ്റം വരുത്തിയിട്ട് ആ സ്റ്റേറ്റിൻ്റെ പുതിയ ഒരു കോപ്പിയാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. കാരണം സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യാൻ പാടില്ല. സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ മ്യൂട്ടേറ്റ് ചെയ്താൽ ഇത് പ്യുവർ ഫംഗ്ഷൻ അല്ല. കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റെഡ്യൂസർ ഒരു പ്യുവർ ഫംഗ്ഷനാണ്. അപ്പോൾ സ്റ്റേറ്റിനെ മ്യൂട്ടേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ഓൾറെഡി ഉള്ള സ്റ്റേറ്റിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്ത് അപ്ഡേറ്റ് ആണോ വരുത്തേണ്ടത് ആ അപ്ഡേറ്റ്സ് വരുത്തിയ ശേഷം ഒരു പുതിയ കോപ്പി ഓഫ് ദ സ്റ്റോർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് നമുക്ക് റെഡ്യൂസർ ഫംഗ്ഷൻ തരുന്നത്. ആ സ്റ്റേറ്റിനെ നമ്മുടെ സ്റ്റോറിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ആ സ്റ്റേറ്റിനെ അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ UI-യിൽ സ്വീകരിക്കാനും അതുപോലെ തന്നെ സ്റ്റേറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ UI-യിൽ അപ്ഡേറ്റ് ആകാനും സാധിക്കും. ഇതാണ് നമ്മുടെ റീഡക്സിൻ്റെ ഒരു ആർക്കിടെക്ചറിൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു സൈക്ലിക് പ്രോസസ്സ്. ഇതൊരു വൺ വേ ട്രാഫിക്കാണ്. ഇതിൽ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ UIയിൽ ഡിസ്പാച്ച് ഫംഗ്ഷൻ വഴി ഒരു ആക്ഷൻ ജനറേറ്റ് ചെയ്ത് ആ ആക്ഷൻ റെഡ്യൂസർ ഫംഗ്ഷനിൽ പോയി റെഡ്യൂസർ ഫംഗ്ഷൻ വർക്ക് ചെയ്താണ് സ്റ്റേറ്റ് അപ്ഡേറ്റ് നടക്കുന്നത്. ഈ സൈക്കിളിൽ ഈ പ്രോസസ്സിൽ മാത്രമേ റീഡക്സിൽ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അപ്ഡേറ്റ് പോസിബിൾ ആയിട്ടുള്ളൂ.